മുനിസിപ്പൽ കൗൺസിലർമാർക്കും പഞ്ചായത്ത് അംഗങ്ങൾക്കും കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ സംബന്ധിച്ച് ക്ലാസ് സംഘടിപ്പിക്കാൻ തീരുമാനമെടുത്ത് ലെൻസ്ഫെഡ്. ഒപ്പം കോതമംഗലം മുനിസിപ്പാലിറ്റിയിൽ പാർക്കിംഗ് സൗകര്യം വർദ്ധിപ്പിക്കണമെന്നുള്ള നിവേദനം നൽകുമെന്നും ലെൻസ്ഫെഡ് അംഗങ്ങൾ അറിയിച്ചു. ലെൻസ്ഫെഡ് കോതമംഗലം ഏരിയ ജനറൽ ബോഡി യോഗത്തിലാണ് തീരുമാനങ്ങളെടുത്തത്. അന്തരിച്ച മുൻമന്ത്രി ഷെവലിയാർ ടി.യു. കുരുവിള, ചലച്ചിത്ര താരം സലിം കുമാർ, ടൗൺ യൂണിറ്റ് അംഗം ബേബി എവിയുടെ സഹോദരൻ ജോയ് വർഗീസ്, കോതമംഗലം ജില്ലയിലെ സംഘടനയുടെ അംഗം അതുൽ ലാൽ എന്നിവരുടെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ടാണ് യോഗം ആരംഭിച്ചത്. ഏരിയ പ്രസിഡന്റ് ലിജിൻ വി.എം. അധ്യക്ഷത വഹിച്ചു. ഏരിയ ജോയിന്റ് സെക്രട്ടറി അനീഷ് എം. ജേക്കബ് സ്വാഗതം ആശംസിച്ചു. സംസ്ഥാന സമിതി അംഗം മിൽസൺ ജോർജ് ജനറൽ ബോഡി യോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഏരിയ സെക്രട്ടറി അജയ് കൃഷ്ണൻ റിപ്പോർട്ടും ഏരിയ ട്രഷറർ ബിന്ദു പി.വി. വരവ് ചിലവ് കണക്കുകളും അവതരിപ്പിച്ചു. കോതമംഗലം താലൂക്കിലുള്ള മുനിസിപ്പാലിറ്റിയിലെ കൗൺസിലർമാർക്കും പഞ്ചായത്ത് മെമ്പർമാർക്കും കെട്ടിട നിർമ്മാണ ചട്ടങ്ങളെ അടിസ്ഥാനമാക്കി സംഘടനയുടെ നേതൃത്വത്തിൽ ഒരു ക്ലാസ് സംഘടിപ്പിക്കാൻ യോഗത്തിൽ തീരുമാനമായി. പുഴമണൽ ഖനനം സംബന്ധിച്ചുള്ള നിർമ്മാണ തൊഴിലാളികൾക്ക് തൊഴിൽ കാർഡ് ഏർപ്പെടുത്തുക, നിർമ്മാണ സാമഗ്രികളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുക, നിർമ്മാണ വസ്തുക്കളുടെ വിലവർദ്ധനവ് നിയന്ത്രിക്കുക, അന്യസംസ്ഥാന തൊഴിലാളികളുടെ അമിത കൂലി നിയന്ത്രിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ യോഗം മുന്നോട്ട് വച്ചു. കൂടാതെ കോതമംഗലം ടൗണിൽ പാർക്കിംഗ് സൗകര്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ട നടപടികൾ എടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുനിസിപ്പാലിറ്റിക്ക് നിവേദനം നൽകുവാനും യോഗം തീരുമാനിച്ചു. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഒരു തൈ നടാം സമ്മാനം നേടാം എന്ന മത്സരത്തിലെ വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ എബിൻ അയ്യപ്പൻ, മിനി എം.എച്ച്. എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. ഏരിയ ജോയിന്റ് സെക്രട്ടറി സജീവ് കുമാർ ടി. കൃതജ്ഞത രേഖപ്പെടുത്തി. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.